കൊണ്ടേ കൊടുക്കും. പിന്നെ പത്രം വിതരണം ചെയ്യുമ്പോൾ അമ്മയുടെ കാശ് രൂപം പത്രത്തിനോട് കൂടി ഞാൻ കൊടുക്കാറുണ്ട്, കുറേ പേർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കോളേജിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കും. കാരണം അവർ അറിഞ്ഞിരിക്കണം, അമ്മ മാതാവിനെ ഈശോനെയും കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ അത് കാരണം ഓരോ മാസവും ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് പത്രം കൊടുക്കുക. ചിലപ്പോൾ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ മാസം കോളേജിൽ കൊണ്ടേ കൊടുക്കും, ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ കൊടുക്കും, ഇല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എവിടെ നിൽക്കുന്ന അവിടെ ഞാൻ കൊണ്ടേ കൊടുക്കും. ചിലവരത് നിരസിക്കും, പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നില്ല. ചിലവർ പറയും, ചേച്ചിക്ക് വേറെ പണിയില്ലേ, ഈ പത്രം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണോ ജോലി? ഞാൻ പറയും, ഒരിക്കലും അങ്ങനെ പറയരുത്. ജീവനുള്ള അമ്മയാണ്, നിങ്ങളങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ ഒരു വട്ടം അവിടെ പോയി നോക്കുക, അമ്മയുടെ മണ്ണിൽ സന്നിധിയിൽ കാല് ചവിട്ടി നോക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം ഉറപ്പായിരിക്കുന്നു ഞാൻ പറഞ്ഞ് അവരോടെല്ലാം പറയും. പിന്നെ കുറച്ച് പേര് പത്രം കൊടുത്താൽ മേടിക്കില്ല, ഭയങ്കര കൊടുക്കുമ്പോഴേ പറയും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ കുറച്ച് പേര് പറയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുന്നത്. ഞാൻ ഒരിക്കലും പറയും പൈസ നിങ്ങൾ തരണ്ട, പത്രം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതാണ്. കാരണം മാതാവിനെ ഈശോനെയും കുറിച്ച് അറിയാനുള്ളതാണ് പത്രം, അല്ലാണ്ട് പൈസയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലവർ വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ തിരിച്ച് മേടിച്ചുകൊണ്ട് വരും പത്രം. നിങ്ങൾക്ക് വേണ്ടി വേണ്ട, നിങ്ങളെ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല എന്ന് പറയും. മിനിഞ്ഞാന്ന് ഇതുപോലെ ഞാൻ പത്രം കൊടുക്കാൻ പോയി, ബസ് സ്റ്റോപ്പിലാണ് കൊടുക്കാൻ പോയി. കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ലാസ്റ്റത്തെ ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഓണപ്പരിപാടിക്ക് വേണ്ടി വന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ കുറച്ച് പേര് ഇതെല്ലാം മേടിച്ചിട്ട് ബാഗിൽ വെച്ചു. 2-3 പേർക്ക് കൊടുത്തപ്പോൾ അവർക്ക് വേണ്ട. എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് വിശ്വാസം വരുള്ളൂ, അല്ലാതെ വെറുതെ ഒരാളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പത്രം വീട്ടിൽ ആരെങ്കിലും രോഗികളായവരോ ഇല്ലെങ്കിൽ തീരെ അവശ്യ നിലയിൽ കിടക്കുന്നവരോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിട്ടുന്ന ഒരു പത്രം, ഈ ഒരു പത്രം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന വേണ്ടി ഞാൻ കൊടുക്കും. അതിലൊരു കുട്ടി എന്നോട് മിനിഞ്ഞാന്ന് പറഞ്ഞ് ചേച്ചി ഈ പത്രം കൊണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സമാധാനം മാത്രമല്ല, ജീവിതം മുഴുവൻ രക്ഷപ്പെടാനുള്ള ഒരു ഉപകരണം ഈ പത്രം. ധൈര്യമായിട്ട് ഈ മാതാവിനും ഈശോനും വിശ്വസിച്ചാൽ നിനക്ക് മനസ്സമാധാനത്തിൻ്റെ കൂടെ ജീവിതം മുന്നേറാനുള്ള മാർഗം കൂടി അമ്മ കാണിച്ചിരുന്നു വേണ്ടി ഞാൻ പത്രം കൊടുത്തിട്ട് വന്നു. പിന്നെ വേറൊരു കുട്ടിക്ക് കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല. ഞാൻ പിന്നെ ആ കൊടുത്ത പത്രം തിരിച്ചു മേടിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസമില്ലാത്തവരെ ഞാൻ പൂർണ്ണമായിട്ട് നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ പത്രം എവിടെയെങ്കിലും വഴി വെച്ച് കീറിക്കളയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു ഒരിക്കലും പത്രം ചീന്തിക്കളയാനോ അടുപ്പിലിടാനോ അല്ലാതെ മറ്റുള്ള പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാനുള്ള, അത് ഒരുപാട് പേരുടെ കൈകളിൽ എത്തിക്കാനുള്ളതാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അമ്മേ മാതാവേ, ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവരെയും അമ്മ നിറഞ്ഞ് അനുഗ്രഹിക്കണേ, അതിനോടൊപ്പം തന്നെ അമ്മയുടെ സന്നിധിയിൽ അവരെ എത്തിച്ച് അവർക്ക് വിശ്വാസം വരുത്തണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കൊണ്ടേ കൊടുക്കും.